നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മേയർ KSRTC ഡ്രൈവർ തർക്ക വിവാദത്തിൽ മെമ്മറി കാർഡ് കാണാതായതിൽ ഡ്രൈവർ യദുവിനെ വീണ്ടും ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ് പോലീസ്. തർക്കത്തിന്റെ യഥാർത്ഥ ചിത്രം തെളിവാക്കാൻ സഹായിക്കുന്ന മെമ്മറി കാർഡ് കാണാതായതുമായി ബന്ധപ്പെട്ട് ഡ്രൈവറുടെ മൊഴിയിൽ വൈരുദ്ധ്യമെന്നാണ് പോലീസ് പറയുന്നത്. ഇന്നലെ വൈകിട്ടോടെയാണ് കമ്മീഷണർ ഓഫീസിൽ എത്തിച്ച് യദുവിനെ ചോദ്യം ചെയ്തത്. രാത്രി 8 വരെ ചോദ്യം ചെയ്ത ശേഷം വിട്ടയച്ചു. സിറ്റി പോലീസ് കമ്മീഷണർ CH നാഗരാജു, DCP നിതിൻ രാജ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു ചോദ്യം ചെയ്യൽ. വിവാദമായ കേസായതുകൊണ്ട് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരമാണ് കമ്മീഷണർ തന്നെ നേരിട്ട് യദുവിനെ ചോദ്യം ചെയ്തത്. CCTV ദൃശ്യങ്ങൾ പ്രകാരമായിരുന്നു ചോദ്യം ചെയ്യൽ. പാളയത്ത് മേയറും സംഘവും തടഞ്ഞപ്പോൾ ബസ്സിൽ നിന്ന് ഇറങ്ങിയെന്നും വീണ്ടും കയറിയതായും യദു മുമ്പ് പറഞ്ഞെന്നാണ് പോലീസ് വെളിപ്പെടുത്തുന്നത്. ജാമ്യം കിട്ടിയ ശേഷം 29-ന് യദു തമ്പാനൂർ ഡിപ്പോയിൽ എത്തിയെന്നും പോലീസ് പറയുന്നു. ബസ്സിനടുത്ത് യദുവിനെ കണ്ടതായും ഡ്രൈവർ നേരത്തെ പറഞ്ഞ പല കാര്യങ്ങളും വൈരുദ്ധ്യമുണ്ടെന്നും ഇതോടെയാണ് വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചതെന്നും DCP നിതിൻ രാജ് പറഞ്ഞു. സംഭവ ദിവസം ഡ്യൂട്ടിയിലുണ്ടായിരുന്ന കണ്ടക്ടർ സുബിനെയും ഡിപ്പോയുടെ ചുമതലയുള്ള സ്റ്റേഷൻ മാസ്റ്റർ ലാൽ സജീവിനെയും ഇന്നലെ രാവിലെ മുതൽ ചോദ്യം ചെയ്തിരുന്നു. അതിരാവിലെയാണ് സുബിനെ വീട്ടിൽ നിന്ന് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തത്. വൈകിട്ടോടെയാണ് വിട്ടയച്ചത്. നിർത്തിയിട്ടിരുന്ന ബസിന്റെ സമീപത്ത് സുബിന്റെ സാന്നിധ്യം തമ്പാനൂർ ഡിപ്പോയിലെ CCTV ദൃശ്യങ്ങളിൽ കണ്ടെത്തിയിരുന്നു. എന്നാൽ CCTV മോണിറ്റർ മാത്രമാണ് നോക്കിയതെന്നും മെമ്മറി കാർഡിന്റെ കാര്യം അറിയില്ലെന്നും കണ്ടക്ടർ പോലീസിനോട് പറഞ്ഞു. ഇദ്ദേഹം ഒരാളെ മൊബൈൽ ഫോണിൽ വിളിക്കുന്നതായും ദൃശ്യങ്ങളിലുണ്ട്. വിളിച്ചത് യദുവിനെയാണെന്ന നിഗമനത്തിലാണ് പോലീസ്. കണ്ടക്ടറുടെയും സ്റ്റേഷൻ മാസ്റ്ററുടെയും മൊഴികളിൽ സംശയിക്കത്തക്ക വിവരങ്ങളൊന്നുമില്ലെന്നാണ് പോലീസ് പറയുന്നത്. അതിനിടെ സ്റ്റേഷൻ മാസ്റ്റർ സജീവിനെ മുന്നറിയിപ്പില്ലാതെ വീട്ടിൽ നിന്ന് പിടിച്ചുകൊണ്ടുപോയെന്ന ആരോപണവുമായി ഭാര്യ ബിന്ദു രംഗത്തെത്തുകയും ചെയ്തു. സ്റ്റേഷൻ മാസ്റ്ററെ കേസിൽ പ്രതിയാകാൻ ശ്രമിക്കുന്നതായും ബിന്ദു പറയുന്നു. വസ്ത്രം മാറാൻ പോലും അനുവദിക്കാതെയായിരുന്നു മെമ്മറി കാർഡ് കാണാതായതുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യാനായി കൊണ്ടുപോകുന്നതെന്നാണ് പോലീസ് പറഞ്ഞതെന്നും ബിന്ദു പറയുന്നു. ഹൃദ്രോഗിയായ ലാൽ സജീവ് ആന്റിയോപ്ലാസ്റ്റിക് വിധേയനായ വ്യക്തിയാണ്. ഇദ്ദേഹത്തിന് വേറെ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്നാണ് ഭാര്യ പറയുന്നത്. മെമ്മറി കാർഡ് കാണാതായ സംഭവത്തിൽ വ്യക്തത വരുത്താൻ ഡ്രൈവർ യദുവിനെയും കണ്ടക്ടർ സുബിനെയും സ്റ്റേഷൻ മാസ്റ്റർ ലാൽ സജീവിനെയും ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്യാനാണ് ഇനിയുള്ള നീക്കം. 3 പേരെയും ഇന്നലെ ചോദ്യം ചെയ്ത ശേഷം വിട്ടയക്കുകയായിരുന്നു. 3 പേരുടെയും മൊഴികളിലെ വൈരുദ്ധ്യം പരിശോധിക്കാനാണ് ഇനി ഒന്നിച്ചിരുത്തിയുള്ള ചോദ്യം ചെയ്യൽ. സാഫല്യ കോംപ്ലക്സിന് മുന്നിൽ വെച്ചാണ് ബസ്സിൽ സംഘർഷമുണ്ടായത്. അവിടെ നിന്നും ഡ്രൈവറെ പോലീസ് കസ്റ്റഡിയിൽ കൊണ്ടുപോയി. ഇതോടെ ബസ്സിന്റെ ചുമതല എല്ലാ അർത്ഥത്തിലും കണ്ടക്ടർക്കായിരുന്നു. ബസ്സിൽ നിന്നും ആ മെമ്മറി കാർഡ് വാങ്ങി സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്തം സ്റ്റേഷൻ മാസ്റ്റർക്കും ഉണ്ടായിരുന്നു. ഇത് രണ്ടും നിർവഹിക്കപ്പെട്ടിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് മൂവരും സംശയത്തിലാകുന്നത്. യദു ബസ്സിനടുത്ത് എത്തുന്നതിന് മുമ്പ് തന്നെ ആ മെമ്മറി കാർഡ് വേണ്ട രീതിയിൽ സംരക്ഷിക്കപ്പെട്ടിട്ടില്ല എന്നതാണ് വസ്തുത. ഏതായാലും ഈ കേസ് തേഞ്ഞു വാഞ്ഞു പോകാനാണ് സാധ്യത. ഈ മോഷണം യദുവിന്റെ തലയിൽ കെട്ടിവെക്കാനും പോലീസ് ശ്രമിക്കുന്നുണ്ട്. കണ്ടക്ടറും സ്റ്റേഷൻ മാസ്റ്ററും ഔദ്യോഗിക കുറ്റനിർവഹണത്തിൽ വീഴ്ച വരുത്തിയത് ആരും ഗൗരവത്തിലെടുക്കുന്നില്ല.